ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏതന് അഡ്മിഷൻ തുടങ്ങി ഓരോ സ്കൂളുകളിലൊക്കെ. അപ്പം നമുക്ക് മോനെ LKG ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് സ്കൂളിൽ ആദ്യമേ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പം അത് പോരാഞ്ഞിട്ട് നമ്മൾ കൊല്ലത്തും കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടാന്നറിയാവോ? നമ്മുടെ കളക്ടറേറ്റിന്റെ തൊട്ട് പുറയിലുള്ള സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് ഗൈസ്. നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട്, എന്താണ് നമ്മളെ കൊണ്ട്. ഇപ്പോഴത്തെ സമയത്ത് പിള്ളേരുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, ഡൊണേഷൻ. ഭയങ്കര ഫീസാണ്. നമുക്ക് നോക്കാം. എന്തായാലും ചേർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം മോനെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇതല്ലേ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് സ്കൂൾ അടച്ചു. ഇവിടെ ഓപ്പണിംഗ് ആണ്. ഈ വഴി ചെന്ന് നമുക്ക് ഓഫീസിൽ അന്വേഷിക്കാം. ഇവിടെ ആളുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നുണ്ട്. ഇപ്പൊ മേളിൽ കുറെ രണ്ടുപേര് നടന്നു പോകുന്നുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യാം. പക്ഷെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അഡ്മിഷൻ എടുക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഇവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് അങ്ങനെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. കാര്യം 7-ാം തീയതി ഇവർക്ക് ഓപ്പണിംഗ് ടൈം ഉള്ളൂ. പിന്നെ വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. എന്നാലും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയായിരുന്നു. ഈ പറയുന്ന കണക്ക് 20,000 രൂപയാണ് ഡൊണേഷൻ ഫീസ്. പിന്നെ 1,600 1,800 രൂപയ്ക്കകത്താണ് മന്ത്ലി പേയ്മെന്റ് വരുന്നത്. പിന്നെ ബസ് പോകുന്ന റൂട്ട് ആണെങ്കിൽ ബസ്സിന്റെ ഇതുണ്ട്. പിന്നെ 7-ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രമേ ബസ് ഉള്ളൂ. പിന്നെ 8th സ്റ്റാൻഡേർഡ് തൊട്ട് പ്രൈവറ്റ് ബസ്സിൽ വരാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ 7-ാം തീയതി രാവിലെ വരാനായിട്ടാണ് പറയുന്നത്. നമുക്ക് വേറൊരു സ്കൂളോട് അന്വേഷിക്കാനുണ്ട്. നമ്മുടെ ഇൻഫന്റ് ജീസസ്, നമ്മുടെ തങ്കശ്ശേരിയുള്ള ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂള്. അപ്പൊ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത സ്കൂളിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം ഇവിടെ വന്നിട്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. 7-ാം തീയതി ഉള്ളൂ. അതും രാവിലെ വരണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇത്രയും ദൂരമൊക്കെ നമുക്ക് വിടാൻ പാടാണ്. നമ്മളിപ്പം അവിടുന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ട്. പിന്നെ എന്നിരുന്നാലും നമ്മൾ തിരക്കണമല്ലോ. ഒന്ന് രണ്ടിടത്തൊക്കെ തിരക്കി നമ്മൾ അന്വേഷിച്ച് വെച്ചാലല്ലേ നമുക്ക് ഏത് നല്ലത് ഏത് ചീത്തത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നത് ഗൈസ്. അങ്ങനെ നമ്മള് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഗേറ്റ് ഒക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഇനി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അവിടെ സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുമ്പോ അറിയാം. LKG അഡ്മിഷൻ ആരും സ്റ്റാർട്ട് ചെയ്തു. LKG അഡ്മിഷൻ കാര്യം വണ്ടി ഗൈസ്, ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് സൈഡ് നമ്മൾ വണ്ടി ഇട്ടതിന് ശേഷം അകത്ത് പോയി തിരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് വണ്ടി സൈഡിലോട്ട് ഇടുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ വന്ന ഇപ്പോഴത്തെ സ്കൂള്. നമുക്കിനി ഇതിന്റെ ഓഫീസ് റൂം തപ്പിപ്പിടിക്കണം. അതിനുശേഷം നമുക്ക് അവിടെ പോയി കാര്യങ്ങളൊക്കെ തിരക്കി എങ്ങനെയാണെന്ന് നോക്കണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഒന്നിന് 4-5 ചോയ്സ് എടുക്കുന്നത് നല്ലതാണ്. ഭയങ്കര വെയില് ഗൈസ്. അതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ ഇറങ്ങുന്നവര് സൂക്ഷിച്ചൊക്കെ വരിക. പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക. നല്ല വെയിലുണ്ട്. ആൾക്കാരൊക്കെ അകത്ത് ഇപ്പോണ്ട് ഗൈസ്. നമുക്ക് ചെന്ന് നോക്കാം.
എന്തോന്ന് ഒരു വെയിറ്റ് ചെയ്യാനാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കട്ട പോസ്റ്റാണ് ഗൈസ് അല്ലേ, ഉച്ച വെയിലത്ത് വന്നിട്ട് കട്ട പോസ്റ്റ്. എന്നെ കാണുന്നുണ്ടോ കുമ്പ്? എങ്ങനെ കാണുന്ന കൊള്ളാമോ എന്നെ കാണാൻ? ആണോ ഗൈസ്? ഇത് എടുത്തിരിക്കുന്ന ഏതനാണ്. ഏതന് ഭയങ്കര ആഗ്രഹം ഞങ്ങളുടെ വീഡിയോ എടുക്കണോ അല്ലേ മോനെ? കൊള്ളാമോ എന്നിട്ട്? ആ എടുക്കാം. കൊള്ളാവോ? തുടല്ലേ അത് മാറി. ഗൈസ് ഇതിന്റെ ആംബിയൻസ് രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, സൂപ്പറാണ്. ആന ഇതിപ്പം ഏതൻ വന്ന മുതലേ ആന ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാവോ ഏതാ? ഇവിടുത്തെ ആംബിയൻസ് മൊത്തം ഞങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് അല്ലേ ഏതാ? അപ്പൊ ഗൈസ് നമ്മള് അവിടെ സ്കൂളിൽ കയറിയായിരുന്നു. ആദ്യമേ നമ്മൾ കണ്ടത് ഒരു അച്ഛൻ, പ്രിൻസിപ്പൾ ആയിരുന്നു. അവിടുത്തെ ഒരു അച്ഛനാണ് പ്രിൻസിപ്പള്. അപ്പൊ നമ്മള് അച്ഛനെ നേരെ കയറി കണ്ടു, കാര്യം പറഞ്ഞു. അപ്പൊ മെയില് 31 ആകുമ്പോൾ മോന് 4 വയസ്സാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് ചോദിച്ചറിഞ്ഞ് അതിനുശേഷം നമ്മള് സെക്കൻഡ് പ്രിൻസിപ്പൾ അല്ലേ, ജൂനിയർ പ്രിൻസിപ്പളിനെ നമ്മൾ കണ്ടു. പുള്ളിക്കാരിയെ കണ്ട് നമ്മൾ സംസാരിച്ചു. ഇവർക്ക് നാളെയും കൂടി ഉള്ളൂ, അതിനുശേഷം ഈസ്റ്ററും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതുകൊണ്ട് വർക്കിംഗ് ഡേയ്സ് നാളെയും കൂടി ഉള്ളൂ. പിന്നെ ഫസ്റ്റ് വ്യാഴം, ഗുഡ് ഫ്രൈഡേ, പിന്നെ ഈസ്റ്റർ ഒക്കെ ആയിട്ട് ഒരാഴ്ച മൊത്തം പിന്നെ അടുത്ത മൺഡേ തൊട്ടേ ഉള്ളൂ അടുത്ത അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓരോ വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളത്. അതെ, അപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സെയിം നമ്മള് അവിടെ കണ്ട കണക്ക് തന്നെ ഇവിടെയും പറയുന്നത് 20,000 രൂപ അഡ്മിഷൻ ഫീസ്, പിന്നെ 1000 എത്ര രൂപ അതിന്റെ എന്തോ ഒരു ഇത് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി 21 സംതിങ് രൂപയാവും. പിന്നെ 1800 സംതിങ് അവരുടെ മന്ത്ലി ഫീസ്. പിന്നെ നമ്മുടെ അയ്യപ്പയിലാണ് അവരുടെ യൂണിഫോമിന്റെ ടെക്സ്റ്റ് അല്ല, യൂണിഫോമിന്റെ മെറ്റീരിയൽ പാറ്റേൺ കാര്യങ്ങളെല്ലാം അവിടെയാണ് അവർ ഏൽപ്പിച്ചേക്കുന്നത്. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പൊന്നൂനിപ്പോ ക്ലാസ് ഉണ്ട് ഓൾറെഡി. അപ്പൊ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഓനെ ഇപ്പൊ ഇത്രയും ദൂരത്തൊക്കെ ആക്കാൻ പറ്റുമോ ഇതൊക്കെ ഇപ്പൊ നമ്മള് 1-2 കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തിരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇരുന്നൊന്ന് സമാധാനത്തിൽ ഒന്ന് സംസാരിക്കണം. LKG-യിലാക്കിയതാണ് നമ്മള് പെട്ടെന്നൊരു അത് അംഗനവാടി പോയിക്കൊണ്ടിരുന്നത് നമ്മൾ പെട്ടെന്ന് സ്കൂളിലോട്ടൊക്കെ. അപ്പൊ LKG ആകുമ്പോ കുഞ്ഞു ഇതായിട്ട് അവനെ കൊണ്ടുവരികയും എടുക്കുകയും ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ഒരു ആയതുകൊണ്ട് പിന്നെ കാരണം അത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവരാം എന്നുള്ള ബുദ്ധിമുട്ടില്ല കൊണ്ടുവരുന്നതിന്. പക്ഷെ ഈ ക്ലാസ് ഈ ഒരു ടൈമിലായതുകൊണ്ട് നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഇവിടം വരെ വരണം, പിന്നെ ഇവനെ ഒരുക്കണം, കാര്യങ്ങൾ ഇവന്റെ ഫുഡ് കാര്യം എല്ലാം നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഈ പറയുന്ന കണക്ക് അതൊക്കെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. പിന്നെ നമ്മള് ഈ പറയുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ വൈകി കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം അന്നത്തെ ദിവസം ബസ് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇവന്റെ ഒരു ക്ലാസ് മിസ്സാവും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് ഡിസ്കസ് ഞങ്ങൾ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ അകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൾ അവിടെ ഒരു അച്ഛനാണ് പ്രിൻസിപ്പൾ. അപ്പൊ നമുക്ക് അതിനകത്ത് കയറി എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഒരു നല്ലൊരു സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗൈസ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ടൊരു വൈൻഡപ്പ് ചെയ്യുവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വണ്ടി ഇവിടെ നീ തിരക്കാണ്. രണ്ടൊന്നും അടുത്ത് പോവാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടേ പോകുന്നുള്ളൂ. വെറുതെ ഇനി നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത് എത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.